സുരേഷ് ഗോപി ചിത്രം ജാനകി സിനിമാ വിവാദത്തിൽ കീഴടങ്ങി സെൻസർ ബോർഡ്. സമവായത്തിലൂടെ പരിഹരിക്കാമെന്ന് സെൻസർ ബോർഡ് അറിയിച്ചു. സിനിമയുടെ പേര് മാറ്റണ്ട, 96 കട്ട് വേണ്ട, കോടതി രംഗങ്ങൾ മ്യൂട്ട് ചെയ്യണമെന്നും സെൻസർ ബോർഡ് ആവശ്യപ്പെടുന്നു. ഹർജി ഹൈക്കോടതി ഉച്ചയ്ക്ക് 1:45 പരിഗണിക്കും. ഉമേഷ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇത് സംബന്ധിച്ചിപ്പോൾ സെൻസർ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് കോടതിയെ അറിയിച്ചിരിക്കുന്നത്? ഷമ്മി, ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആ സിനിമയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ആ പ്രശ്നത്തിൽ സെൻസർ ബോർഡ് അവരുടെ നിലപാട് മയപ്പെടുത്തുകയാണ്. അവരുടെ ആ ശക്തമായ ആവശ്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോവുകയാണെന്നുള്ളതാണ് ഇന്നത്തെ കോടതി നടപടി കാണുമ്പോൾ മനസ്സിലാകുന്നത്. സെൻസർ ബോർഡ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് ഈ സിനിമയുടെ പേര് തന്നെ മാറ്റണം, ജാനകി എന്നുള്ള പേര് തന്നെ മാറ്റണം എന്നുള്ളതായിരുന്നു വളരെ പ്രധാനപ്പെട്ട ആവശ്യം. അതുകൂടാതെ 96 കട്ടുകൾ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലൊന്നും വേണ്ട എന്നാണ് ഇപ്പോൾ സെൻസർ ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഈ ജാനകി എന്ന JSK എന്നാണ് ഇതിൻ്റെ പ്രധാന ടൈറ്റിൽ. ഇതിൻ്റെ സബ് ടൈറ്റിൽ വരുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ളതാണ്. അത് മുഴുവനായി കൊടുക്കാതെ ജാനകി V എന്നോ അല്ലെങ്കിൽ V ജാനകിയോ എന്ന തരത്തിലൊരു ഇനീഷ്യലോടുകൂടി ആ തരത്തിലൊരു സബ് ടൈറ്റിൽ മാറ്റം നടത്താൻ വേണ്ടി തയ്യാറാവണം എന്നുള്ളതാണ് ഇന്നിപ്പോൾ സെൻസർ ബോർഡ് ആവശ്യപ്പെടുന്നത്. ഇതുകൂടാതെ ചില കോടതി രംഗങ്ങളടക്കം മ്യൂട്ട് ചെയ്യണം എന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിക്കുന്നു. ഒരു സീൻ പൂർണ്ണമായി കട്ട് ചെയ്യണം, നേരത്തെ സൂചിപ്പിച്ച പോലെ സബ് ടൈറ്റിൽ മാറ്റം വരുത്തണം. ഇത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സെൻസർ ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നത്. അതല്ലാതെ 96 കട്ട് ചെയ്യുക, 96 ഭാഗം കട്ട് ചെയ്ത് കളയുക, ഇതിൻ്റെ പേര് തന്നെ മാറ്റുക എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട മുൻ ആവശ്യങ്ങളിൽ നിന്ന് സെൻസർ ബോർഡ് പിന്നോട്ട് പോകുന്നു. ഒപ്പം അവർ പറയുന്നത് വിഷയം ഈ സമവായത്തിലൂടെ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കാം എന്നുകൂടി സെൻസർ ബോർഡ് മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതിലിപ്പോൾ നിർമ്മാതാക്കളുടെ ഒരു മറുപടി വന്നിട്ടില്ല. ജസ്റ്റിസ് നഗരേഷ്, അദ്ദേഹമാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഉച്ചയ്ക്ക് 1:45 ഈ ഹർജി വീണ്ടും പരിഗണിക്കാം, ആ ഘട്ടത്തിൽ വിശദമായ വാദം കേൾക്കാം എന്നുള്ളതാണ്. ജഡ്ജി തന്നെ ഈ സിനിമ കഴിഞ്ഞ ശനിയാഴ്ച അദ്ദേഹം തന്നെ നേരിട്ട് കണ്ടതാണ്. അത് നിർമ്മാതാക്കൾ അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് ജഡ്ജി ഈ സിനിമ നേരിട്ട് കാണാൻ തയ്യാറായത്. അതിനുശേഷമാണ് ഹർജി ഇന്നിപ്പോൾ കോടതി പരിഗണിച്ചത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഹർജി പരിഗണിച്ച വേളയിൽ തന്നെ സെൻസർ ബോർഡ് അഭിഭാഷകനാണ് ഹാജരായിട്ട് ഈ കാര്യം പറഞ്ഞത്. അതായത് നേരത്തെയുള്ള പൂർണ്ണമായും പേര് മാറ്റണം എന്ന ആവശ്യത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോവുകയാണ്. 96 കട്ടുകൾ വേണ്ട, പകരം ഒരു സീൻ കട്ട് ചെയ്യണം, ഒരു കോടതി രംഗം മ്യൂട്ട് ചെയ്യണം, സബ് ടൈറ്റിലിൽ മാറ്റം വരുത്തണം. ഇത് മാത്രമാണ് ഇപ്പോൾ സെൻസർ ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് ഇനി ഈ ഹർജിക്കാരുടെ ഒരു നിലപാട് എന്നുള്ള കാര്യമൊക്കെ ഉച്ചയ്ക്ക് 1:45 പരിഗണിക്കുമ്പോൾ വ്യക്തമാകും. ഷമ്മി. ഉമേഷ്, ഈ സിനിമ ജസ്റ്റിസ് നഗരേഷ് പോയി കണ്ടിരുന്നു. അദ്ദേഹം ഈ സിനിമ കണ്ടു എന്ന് വന്ന ഒരു സാഹചര്യത്തിലാണോ ഇപ്പോൾ സെൻസർ ബോർഡ് കുറേ മയപ്പെട്ടിരിക്കുന്നത്? കാരണം ഈ പറയുന്ന പോലെ ഒരു കാര്യവും ഈ സിനിമയുമായി ബന്ധപ്പെട്ടില്ല. ഇത്രയും വലിയൊരു എഡിറ്റിങ്ങിലേക്ക് ആ സിനിമയെ കൊണ്ടുപോകേണ്ടതില്ല എന്ന് ജഡ്ജിക്ക് തോന്നിയ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം ആ തരത്തിലൊരു നിലപാട് സ്വീകരിക്കും എന്ന ഘട്ടത്തിലാണോ ഇപ്പോൾ സെൻസർ ബോർഡിൻ്റെ കീഴടങ്ങൽ? അതിന് സാധ്യതയുണ്ട് ഷമ്മി. കാരണം കോടതി സിനിമ പൂർണ്ണമായും കണ്ടതാണ്. 154 മിനിറ്റുള്ള സിനിമയാണ്. അത് മുഴുവനായി കണ്ടതാണ് അദ്ദേഹം. അതിനുശേഷമാണ് ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്നത്. പക്ഷേ കോടതിയുടേതായിട്ടുള്ള നിരീക്ഷണങ്ങളൊന്നും ഇന്ന് പറഞ്ഞിട്ടില്ല. കോടതി പ്രത്യേകം ഒരു കമൻറ്റും നടത്തിയിട്ടില്ല. നേരിട്ട് സെൻസർ ബോർഡ് അഭിഭാഷകരോടാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചത്. അപ്പോഴാണ് സെൻസർ ബോർഡ് നേരത്തേതിൽ നിന്നുള്ള അഭിപ്രായം മാറ്റിയത്. അതായത് നിലപാട് മയപ്പെടുത്തി എന്ന് തന്നെ പറയാം. 96 കട്ട് വേണ്ട, ചില രംഗങ്ങൾ അത് കോടതി രംഗങ്ങളടക്കം മ്യൂട്ട് ചെയ്താൽ മതി, ഒരു രംഗം പൂർണ്ണമായി കട്ട് ചെയ്യണം, സബ് ടൈറ്റിൽ മാറ്റം വരുത്തണം. നേരത്തെ ഉള്ളതുപോലെ 96 കട്ട് ആവശ്യപ്പെടുന്നില്ല. മാത്രമല്ല ജാനകി എന്ന പേര് തന്നെ മാറ്റിക്കളയണം എന്നൊരാവശ്യവും ഇപ്പോൾ പറയുന്നില്ല എന്നൊക്കെ സെൻസർ ബോർഡ് മയപ്പെട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ കോടതി ഇത് കണ്ടതിന് ശേഷം, ഈ സിനിമ കണ്ട ശേഷം ആണ് ഈ ഹർജി പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകാം എന്ന് കണ്ടതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിൽ മയപ്പെടുത്തിയത് എന്നാണ് കരുതുന്നത്. ഏതായാലും ഇനി ഹർജിക്കാരുടെ, അതായത് നിർമ്മാതാക്കളുടെ ഒരു നിലപാട് പ്രധാനമാണ്. അവർ എന്താണ് ഇതിൽ, അവരുടെ ഒരു ഭാഗം എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഉച്ചയ്ക്ക് 1:45 അക്കാര്യങ്ങൾ വ്യക്തമാകും. തീർച്ചയായും ഉമേഷ്, ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സുരേഷ് ഗോപി അടക്കമുള്ള ആൾക്കാർ ഈ നാട്ടിലെ സംഘപരിവാറിനെയും BJPയും ഒക്കെ സർവാത്മന പിന്തുണച്ച് അതിനെ അങ്ങ് പ്രഘോഷിച്ച് നടന്നിരുന്ന നമ്മുടെ സിനിമാക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? FK അടക്കമുള്ള സംഘടനകൾ അതിശക്തമായ സമരമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. സെൻസർ ബോർഡ് ഓഫീസിലേക്ക് അവർ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ സംഘപരിവാറിനെ അനുകൂലിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ?
ഈ നിമിഷം വരെ അദ്ദേഹം ഒന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അതുകൊണ്ട് സെൻസർ ബോർഡ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ച സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പല ഘട്ടങ്ങളിൽ വ്യക്തമായിരിക്കുന്നത്. അദ്ദേഹം ഈ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ വരുന്ന വേളയിലൊക്കെ മാധ്യമപ്രവർത്തകർ ഇത് സംബന്ധിച്ച് അഭിപ്രായം തേടിയതാണ്. പക്ഷേ ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഓഫ് ദ ക്യാമറ അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ ഒരു നിലപാട് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണിത്. എന്നാൽ അതേസമയം നമ്മൾ കണ്ടതാണ്, സിനിമാ സംഘടനകൾ വലിയ എതിർപ്പുമായി ഇക്കാര്യത്തിൽ വന്നതാണ്. തിരുവനന്തപുരത്ത് സെൻസർ ബോർഡ് ഓഫീസിന് മുൻപിൽ സമരം ഇരുന്നതാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഏറ്റവും അവസാനം ജഡ്ജി തന്നെ ഈ സിനിമ കാണുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് സെൻസർ ബോർഡിന് മുൻപുണ്ടായിരുന്ന അതേ ആവശ്യത്തിൽ അത്രയും ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഈ ഘട്ടത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിലൊരു വ്യക്തത ഉച്ചയ്ക്ക് 1:45 ഉണ്ടാകും. ഹർജിക്കാരുടെ വാദം കൂടി കേട്ട ശേഷം എന്താണ് സെൻസർ ബോർഡ് പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. ജാനകി എന്ന പേര് എന്തിനു മാറ്റണം എന്നൊക്കെ കോടതി പലതവണ ചോദിച്ചതാണ്. ഇതിൽ ജാതിപരമായും വംശീയപരമായും ഉള്ള അധിക്ഷേപകരമായ പരാമർശങ്ങളുണ്ടെങ്കിൽ അത്തരം സിനിമകൾക്ക് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ല എന്നൊക്കെയാണ് നേരത്തെ സെൻസർ ബോർഡ് വിശദീകരിച്ചിരുന്നത്. അത്തരം സാഹചര്യം എന്താണ് ഈ വിഷയത്തിൽ ഉള്ളത്? നേരത്തെയും ഇത്തരം പേരുകളൊക്കെ വന്നിട്ടുള്ളതല്ലേ? ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ പേരായിരിക്കില്ലേ ഉണ്ടാവുക എന്നൊക്കെ കോടതി ചോദിച്ചതാണ്. അതിനു പുറമെ ജഡ്ജി ഈ സിനിമ കാണുക കൂടി ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം സെൻസർ ബോർഡ് ഇപ്പോൾ അവരുടെ നിലപാട് മയപ്പെടുത്തിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഷമി. തീർച്ചയായും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ള നിലപാടിൽ നിന്ന് സെൻസർ ബോർഡ് മയപ്പെട്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് 1:45 ഈ കേസ് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് നഗരേഷ് സിനിമ പൂർണ്ണമായും കണ്ടിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് തങ്ങളുടെ കടുംപിടുത്തത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സെൻസർ ബോർഡ് തയ്യാറായിരിക്കുന്നത്.